MLA സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല ജന്യന്മാരായിരുന്നു. എല്ലാ നിലയിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും എല്ലാം ഒരു നല്ല സ്നേഹിതന്റെ, നല്ല ക്രിസ്തീയ സ്നേഹിതന്റെ ആ എല്ലാ ഗുണങ്ങളും തിങ്ങി വിളഞ്ഞ ഒരു നല്ല സ്നേഹിതനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാടിൽ നമ്മളൊക്കെയും ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞെങ്കിലും 87 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-4 വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാനുള്ള ജോലികളെ തികച്ചിരിക്കുന്നു എന്ന് പറയുക എന്നതാണ്. KP ജോസ് സാർ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലിയൊക്കെയും പൂർത്തീകരിച്ച് മക്കളെയൊക്കെയും നല്ല നിലയിൽ വളർത്തി അവർക്കൊക്കെയും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതുപോലെ എല്ലാ നിലയിലും സഭയുടെ ശുശ്രൂഷയിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പഞ്ചായത്ത് ഭരണത്തിലായാലും ഒക്കെയും നല്ല നിലവാരം പുലർത്തി മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പഞ്ചായത്ത് ഭരണം ഏറ്റപ്പോൾ മുതലാണ് ഞങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് അടുക്കുവാനിടയായി. മുമ്പും അറിയാമെങ്കിലും കൂടുതലായിട്ട് അടുത്ത് പ്രവർത്തിക്കുവാനിടയായിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയും എന്നും സ്മരണാർഹമാണ്. എല്ലാ നന്മകളും ജനത്തിന് നൽകുവാനൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തില് ഉള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതുപോലെ കുടുംബങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ കേൾക്കുന്നു.
ഏതാണ്ട് 90-നോടടുത്ത പ്രായത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ 9 പതിറ്റാണ്ടിനോടടുത്ത് ജീവിച്ച ഈ അനുഗ്രഹീത ദൈവദാസൻ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും എത്രമാത്രം പ്രശോഭിച്ചിരുന്നു എന്നുള്ളത് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരുടെ വാക്കുകളിലൂടെ ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ഒരുപോലെ വളരെ മാതൃകാപരമായി തന്നെ ലഭിച്ച ദൗത്യം വാർദ്ധക്യത്തിലെ ചുരുക്കം ബാധിച്ച ശരീരത്തിൽ ജീവിക്കുമ്പോഴും വളരെ കർമ്മനിരതനായി പ്രവർത്തിച്ച താൻ പ്രിയം വെച്ച യജമാനന്റെ അടുക്കലേക്ക് 87-ാം വയസ്സിൽ കടന്നുപോയ ഈ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തതിനോടൊപ്പം 63 വർഷത്തെ ദാമ്പത്യ ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക മണ്ഡലത്തിലെയും ആത്മീയ മണ്ഡലത്തിലെയും വളർച്ചയിൽ ഒരു നല്ല തക്കമുനയായി വർദ്ധിച്ച വാത്സല്യനിധിയായ അമ്മച്ചിയെയും അവർക്ക് ദാനം ചെയ്ത മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയ ജോസാറിന്റെ ബഹുമാന്യരായ സഹോദരങ്ങളെയും ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സർവകൃപാലമായ ദൈവം, സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവം, സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങളിൽ പകർന്നു കൊടുത്ത് തുടർന്നു കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുവാൻ അവർക്ക് കൃപയും ധൈര്യവും നൽകട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുകയാണ്. മനോഹരമായ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ദൈവമക്കളായ നമുക്കുണ്ട്. പുനരുത്ഥാനത്തിന്റെ പുതിയ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മരിച്ച വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം സംഭവിക്കുമ്പോൾ ആ വലിയ ഗണത്തിൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെയും കാണാമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ദൈവം അവിടുത്തെ ആത്മാവിനാൽ ദൈവമക്കളായ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിട്ടുണ്ട്. ആ ജീവനുള്ള പ്രത്യാശയ്ക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് വളരെ പരിചിതമായ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 90-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവിടെ ഇപ്രകാരം മോശ എഴുതിയിരിക്കുന്നു: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്ര. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ശുശ്രൂഷ വേളകളിൽ പലപ്പോഴും വായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാറുള്ള പരിചിതമായ ഒരു വാക്യമാണ് നാം ഇപ്പോഴിവിടെ വായിച്ചു കേൾക്കുന്നത്. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച കാലഘട്ടത്തെ നാളുകളിൽ അവന്റെ ആയുസ് വളരെ ദൈർഘ്യമുള്ളതായി. എന്നാൽ തലമുറകൾ കഴിഞ്ഞപ്പോൾ അത് വളരെ ചുരുങ്ങി. മോശയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ആയുസ് 70. ഇനിയും 10 വർഷം കൂടെ ദൈവം അനുവദിച്ചാൽ അത് 80. അതൊരു ഗ്രേസ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബഹുമാനപ്പെട്ട ജോസാറിനെ സംബന്ധിച്ച് ആ 10-ന്റെ കൂടെ 7 കൂടെ നമ്മുടെ കർത്താവ് കൊടുത്തു. അപ്പോൾ ഏകദേശം 17 വർഷം കൂടുതലായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ 80-ഓ 87-ഓ വർഷങ്ങളെ സംബന്ധിച്ച് ദൈവപുരുഷനായ മോശ ഇവിടെ പറയുന്നത് അത് വേഗം തീരുമെന്നാണ്.
മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. എന്നാൽ ദൈവാത്മാവിനാൽ മോശ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നൽകുന്ന 80 അല്ലെങ്കിൽ 87 90 വർഷങ്ങളെന്ന് പറയുന്നത് അത് വേഗം തീർന്നു പോകുന്നതാണ്. കാരണം നിത്യതയുമായി കാലത്തെ തട്ടിച്ചു നോക്കുമ്പോൾ, നിത്യതയുമായി കാലത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ, നിത്യതയുടെ മുന്നിൽ ഈ കാലത്തെ സംബന്ധിച്ച് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അത് നൊടിനേരം എന്നുള്ളതാണ്. നൊടിനേരം എന്ന് പറഞ്ഞാൽ വിരലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് തുണിക്കുന്ന ആ ടൈം, ആ സമയം, അതേ അത്രയുള്ളൂ 80 വർഷം എന്ന് പറയും. അതുകൊണ്ടാണ് മോശ പറയുന്നത് ഇത് വേഗം തീരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ എത്ര വർഷം ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അധികം നാളുകൾ ജീവിക്കണമെന്ന ആഗ്രഹമില്ലാത്തവരും ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ചിലരൊക്കെ ശയ്യാനമ്പരായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരോട് ഇങ്ങനെ ഒരു ബുദ്ധിപദേശം കൊടുക്കാറുണ്ട്: സഹോദര, ആയുസ് നീട്ടി കിട്ടുവാൻ പ്രാർത്ഥിക്കരുത്. എനിക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് അക്കരെ നാട്ടിലെത്തണം. മിക്കവാറുമുള്ള എല്ലാ ദൈവജനത്തിന്റെയും ഒരു വലിയ താല്പര്യമാണ്. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും കുറെ കാലം കൂടെ ജീവിച്ച് തലമുറകളെയും അവരുടെ നന്മകളെയും കാണണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. പക്ഷെ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വളരെ വേഗം തീരുന്നതാണ്. മനുഷ്യ ജീവിതം വളരെ ക്ഷണികമാണ്. അത് നൊടിനേരത്തേക്കേ ഉള്ളൂ എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറയുവാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ദൈവം കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മളൊക്കെ ഈ വഴിയെ കടന്നു പോകേണ്ടവരാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ സമയം എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ. മരണമതിന്റെ കറുത്ത കരങ്ങൾ നമ്മളിലേക്ക് നീട്ടുമ്പോൾ നമ്മളെ ആശ്രയിച്ച് കാലയവനിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതെപ്പോഴെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊരു മറുപടിയെ നമുക്ക് കൊടുക്കുവാനുള്ളൂ. പക്ഷെ നാം ഇവിടെ ഓർക്കേണ്ടത്, ഈ ക്ഷണികമായ ജീവിതത്തിൽ വേഗം തീർന്നു പോകുന്ന ഈ ആയുസ് നമുക്കിവിടെ നിവർത്തിക്കേണ്ട, ചെയ്തു തീർക്കേണ്ട പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും നാം ഓർക്കുകയും അതിൽ ബോധവാന്മാരാകുകയും ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ്. പ്രിയപ്പെട്ട ജോസാമിന്റെ 87 വർഷങ്ങളിലെ ജീവിതം കുട്ടിക്കാലം അങ്ങോട്ട് വിളിച്ചു നിർത്തിയാൽ പിന്നീടുള്ള ജീവിതത്തിന്റെ ആ വലിയ ലാഭത്തെ കുറിച്ച്, പ്രയോജനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ, മക്കൾ, ബന്ധുമിത്രാദികൾ അദ്ദേഹത്തോട് വളരെ അടുത്ത് ബാല്യം മുതൽ ബന്ധപ്പെട്ടുകൊണ്ട് നിന്ന അനേകരുടെ സാക്ഷ്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. ഞാൻ ഇവിടെ ഇരുന്ന് ഓർത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ജോസാദ് എത്രയോ എന്റെ ചിന്തയേക്കാൾ ഉന്നതനാണ് എന്ന വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു ജീവിതം കൊണ്ട് തനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ കാര്യം അവർ ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വന്നവര്, അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയമുള്ളവര് ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ വളരെ ശാന്തമായും വിനയമായും ഇവിടെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നമ്മളെ തുറന്നിരിക്കുന്ന കണ്ണ് എപ്പോഴാണ് തിരുമ്മി അടയ്ക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ സംബന്ധിച്ച് എന്തു പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നാം അതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തണം. നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുടുംബത്തോടും സഭയോടുമുള്ള, സമൂഹത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നാം എത്രമാത്രം വിജയകരമായി മുന്നേറുന്നുവെന്ന് ഈ തരണത്തിൽ ചിന്തിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേഗം തീരുന്ന ഈ ആയുസ്സിൽ നാം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, വേഗം തീരുന്ന ഈ ആയുസ്സിൽ ഏതൊരു മനുഷ്യനും കരണീയമായിരിക്കുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം അവന്റെ ആത്മാ